എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവധി ദിവസങ്ങളിലോ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് കോമ്പിനേഷനായിട്ട് അധികം കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും വെജിറ്റബിൾ കറിയോ ഉണ്ടെങ്കിൽ നമുക്കിത് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയും ഉപയോഗിക്കാം. അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇവയാണ്. ഇത് 1.5 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു കപ്പ് ക്യാരറ്റാണ്. ഇത് ഗ്രീൻ പീസ്. ഇത് ഗ്രീൻ പീസിൻ്റെ സീസൺ ആയതുകൊണ്ട് എടുത്തിരിക്കുന്നതാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആയിട്ട് ഉണങ്ങിയ ഗ്രീൻ പീസ് കുതിർത്ത് വേവിച്ചതും ഉപയോഗിക്കാം. ഇത് 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതൊരു സവോള ചെറുതായിട്ട് മുറിച്ചിരിക്കുന്നതാണ്. ഇത് ഡെക്കറേഷന് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നെയ്യ് ചേർക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാനിവിടെ നെയ്യ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ചെറുതായിട്ട് വറന്ന് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ കിസ്മിസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അധിക സമയം അടുപ്പത്ത് വയ്ക്കുന്നില്ല, ഉടനെ തന്നെ കോരിയെടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് കനം കുറഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു നുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഉള്ളി വറുത്തത് നമുക്ക് കിട്ടും. ഇതുപോലെയുള്ള നീളത്തിലുള്ള ബസ്മതി റൈസാണ് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് പകരമായിട്ട് നാട്ടിൽ കിട്ടുന്ന ജീരകശാല അരിയും ഉപയോഗിക്കാം. 2 കപ്പ് അരി ഇവിടെ അളന്നെടുക്കുന്നുണ്ട്. 2 കപ്പ് അരി ഉണ്ടെങ്കിൽ ഒരു ചെറിയ കുടുംബത്തിനുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് കഴുകി ഇതിലെ വെള്ളം ഒന്ന് മാറ്റിക്കളയാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കഴുകി വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന അരി ഇട്ടൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം അരി വറുത്തെടുക്കാൻ. ഇതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. അരി വേവാൻ ആവശ്യമായ വെള്ളം ഈ സമയം വേറൊരു പാത്രത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കണം. അതിനു വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതായത് എടുത്തിരിക്കുന്ന അരിയുടെ നേരെ ഇരട്ടി അളവാണ് വെള്ളം ഉപയോഗിക്കുന്നത്. സവോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. സവോള മാറ്റിയതിന് ശേഷം ആ നെയ്യിലേക്ക് തന്നെ ബീൻസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊന്ന് ചെറുതായിട്ട് വെന്ത് വരും. അത് വെന്തോന്നൊന്ന് കഴിച്ചു നോക്കിയതിന് ശേഷം ഇതിലേക്ക് ക്യാബേജ് അരിഞ്ഞതും കുറച്ച് പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഓരോ പച്ചക്കറിയും ചേർക്കുന്ന സമയത്തും അതിലേക്ക് വേണ്ട ഉപ്പും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. എണ്ണയോ നെയ്യോ ചേർക്കേണ്ടാത്തവർക്ക് ഇതുപോലെ പച്ചക്കറി ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ചൊരു ടേസ്റ്റ് കുറയുന്നേ ഉള്ളൂ. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് തന്നെ കിട്ടും. ഈ സമയമായപ്പോഴേക്ക് വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വറുത്തുകൊണ്ടിരിക്കുന്ന അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കി ചെറു തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയമായപ്പോഴേക്ക് ക്യാബേജ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഗ്രീൻ പീസ് റെഡിയായി. ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള മുഴുവൻ മുളകും കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പച്ചക്കറിയുടെ അളവൊക്കെ ഏകദേശം ഒരു അളവാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതലോ കുറവോ പച്ചക്കറി ചേർത്ത് കൊടുക്കാം. ഇഷ്ടമില്ലാത്ത പച്ചക്കറി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിലാണെങ്കിൽ നല്ലവണ്ണം വെന്ത് ഒട്ടുപിടിക്കാത്ത രീതിയിൽ നമുക്ക് ചോറ് കിട്ടും. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
എല്ലാവരും ഇഷ്ടപ്പെടുന്ന നാടൻ രീതിയിലുള്ള ഒരു ഫ്രൈഡ് റൈസാണ് ഇത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.